ഇന്നെന്തൊക്കെയാ ഹർത്താല്? ഹർത്താലല്ല ഷാള, പണിമുടക്കാണ്. എന്താ എല്ലാരും കൂടെ ഇങ്ങനെ പണിമുടക്കുന്നത്? നമ്മുടെ രാജ്യത്തിലെ 140 കോടി ജനങ്ങളിൽ വേണ്ട ഒരു 80% ആൾക്കാരും കൃഷിക്കാരും കാർഷികരും അങ്ങനെയൊക്കെ ഉൽപാദകരാണ്. നമുക്കൊരു വിപണി ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ട് കയറ്റിവിടാറുമുണ്ട്. അപ്പം അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ഒരുത്തനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അത് വധശിക്ഷയ്ക്ക് വിധിച്ചവൻ്റെ ജോലി എന്താണെന്നറിയോ? നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ കാണത്തില്ലേ, പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ട് വന്ന് കണ്ടെയ്നറിൻ്റെ അകത്ത് ചില സിനിമകളിലൊക്കെ വെച്ച് ഷിപ്പിൻ്റെ അകത്ത് കയറ്റി വിടും. അപ്പം അമേരിക്കയിലുള്ള ഒരു എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഒരു വ്യഭിചാര, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു വ്യഭിചാരശാല നടത്തുക. കാരണം അമേരിക്കയിൽ ഏതോ ഒരു ദ്വീപ് അവൻ മൊത്തത്തിൽ എടുത്തിട്ട് ആ ദ്വീപിൽ കൊണ്ടുവന്ന് പൊടി കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമുള്ള സ്ത്രീകളെ വരെ തടവിൽ പാർപ്പിച്ചുകൊണ്ട് ലോകത്തുള്ള മേഖലകളിലും കഴിവ് തെളിയിച്ച സമ്പന്നരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ അവിടെ കൊണ്ടുവന്ന് ഈ പെൺകുട്ടികളുമായിട്ട് ഉല്ലസിപ്പിക്കുകയും അവരുടെ വീഡിയോകളൊക്കെ എടുത്ത് അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. അവനെ കഴിഞ്ഞ കാലത്ത് വിചാരണ ചെയ്ത് അമേരിക്ക വധശിക്ഷ വിധിച്ചു. അപ്പൊ അവന്റെ ഡയറി അവിടുത്തെ ഗവൺമെന്റോ അവിടുത്തെ കോടതിയോ പുറത്തുവിടുന്നുണ്ട്. വിട്ട കൂട്ടത്തിൽ അപ്പൊ അത് പുറത്തു വിട്ട കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രമുഖ 2-3 വ്യക്തിയുടെ പേരും അതിൻ്റെ അകത്തുകൊണ്ട്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപാദനങ്ങൾ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നു നമ്മളത് അമേരിക്കയിലോട്ടോ വിടാൻ പറ്റത്തില്ല. വിട്ട് കഴിഞ്ഞാൽ അവിടെ ടാക്സ് ഉണ്ട്. പക്ഷെ അവന്റെ സാധനങ്ങൾ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 0%. അപ്പൊ നമ്മുടെ ടാക്സ് ഇവിടെ ഇല്ല, അവിടുത്തെ സാധനങ്ങൾക്ക് വിലയില്ലാതെ വരും. നമ്മൾ അന്നേരം പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ്. മൂല്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഇന്ത്യയിലുള്ള സകല രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ സംഘടിതമായി അവരുടെ ട്രേഡ് യൂണിയൻ ഇന്ന് പണിമുടക്കുവാണ്. പ്രതിഷേധമായി ഇന്നലെ രാത്രി 12 മണി തൊട്ട് ഇന്ന് രാത്രി 12 മണി വരെ പണിമുടക്കുക. ഇപ്പോൾ അല്ല മനസ്സിലായോ? ഏതാണ്ടൊക്കെ മനസ്സിലായി. അല്ലാതെ ഈ പത്രത്തിലെ ചരമക്കോള് മാത്രമല്ല നോക്കേണ്ടത്. കറക്റ്റായിട്ട് നമ്മുടെ ഡെയിലി ഉള്ള ന്യൂസുകൾ വായിച്ചാൽ ഇതൊക്കെ ഞാൻ പറയേണ്ടി വരത്തില്ല. ഇതൊക്കെ മനസ്സിലായിക്കോളും.